ഹായ്. അപ്പോൾ അതാ നമ്മുടെ വിശേഷങ്ങളെന്ന് വെച്ചാൽ വലിയ മോൾക്ക് SSLC എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പഠിക്കുന്നതിൻ്റെ പിന്നാലേന്ന് ചെറിയവൾ മാറുകയില്ല. അപ്പോൾ അതാ ലാപ്ടോപ്പ് വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വിശേഷം പറയാനുള്ളത് കറിവേപ്പിലേക്ക് ഒന്ന് വളം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയും കെയർ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഞാനിതാ അതുപോലെ ബാക്കി വന്ന ചോറ്, പിന്നെ ചെറുനാരങ്ങ തോട്, ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ കടയിൽ മണ്ണൊന്ന് മാന്തി കൊടുത്ത് വകഞ്ഞു കൊടുത്ത് അതിലിട്ട് മണ്ണിട്ട് മൂടി കൊടുത്താലില്ലേ, അത് ബെസ്റ്റ് വളം കേട്ടോ. നിങ്ങൾ വേണേ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഞാൻ എന്ത് കിട്ടിയാലും ഇങ്ങനെ ചെയ്യും. പ്രത്യേകിച്ച് ചോറ്, പഴഞ്ചോറ് നമ്മൾ വെറുതെ കളയണം. ആ ചോറുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു വളമാണ്. നമുക്ക് കടയിൽ നിന്നൊന്നും വിഷം ചേർത്ത ഇലയൊന്നും വാങ്ങാതെ നമ്മുടെ കറിവേപ്പില ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇല വലിക്കാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇത് ഒരു രണ്ട് മൂന്ന് വർഷമായി ഇത് നട്ടിട്ട്. ഞാൻ ഇതിൽ നിന്ന് നല്ലപോലെ ഇല വലിച്ചെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നന്നായി തളിർപ്പ് വന്നിട്ട് നന്നായിട്ട് ഇല വലിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില സമൃദ്ധിയായിട്ട് കിട്ടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ബെസ്റ്റ് ടിപ്പാണ്. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ കറിവേപ്പിലയ്ക്ക് ഒരു കേടോ ഒന്നും സംഭവിക്കില്ല. നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിന്. എല്ലാവരുടെ സപ്പോർട്ടും ഇതും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ ബൈ, താങ്ക് യു.